ഒരു കുറവ് നിറവായി നിറവിൻ്റെ അത്ഭുതമായി മാറുന്നത് എങ്ങനെയാണ്? 1818 ഓസ്ട്രിയയിലുള്ള ഒരു തീരദേശ ഗ്രാമത്തിൽ സെയിൻറ്റ് നിക്കോളാസ് ദേവാലയം. അവിടെ ക്രിസ്മസ് പാതിര കുർബാനയ്ക്കുള്ള ഒരുക്കം നടത്തുന്നു. ഓർഗൻ കേടായിപ്പോയി. അച്ഛൻ ജോസഫ് മൂർ വല്ലാത്ത ആശങ്കാക്കുഴപ്പത്തിലായി. എന്തു ചെയ്യും? അദ്ദേഹം അതിനു മുമ്പത്തെ വർഷം എഴുതി പൂർത്തിയാക്കിയ പാട്ടിൻ്റെ വരികൾ അദ്ദേഹം ഓർത്തെടുത്തു. അത് കുറിച്ച് സുഹൃത്തായ ഫ്രാൻസ് സേവ്യർ ഗ്രബ്ബറിൻ്റെ അടുത്ത് ചെല്ലുന്നു. അവർ രണ്ടുപേരും ചേർന്ന് ആ രാത്രിയുടെ നിശബ്ദതയിൽ മൂളിപ്പാട്ട് പാടി ഒരു പാട്ടൊരുക്കുന്നു. ആ പാട്ട് നിങ്ങൾക്കറിയാം. ആ പാട്ട് ഏറ്റവും അധികം വിവർത്തനം ചെയ്യപ്പെട്ട പാട്ടായി മാറി. ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പാട്ട്, ഏറ്റവും പോപ്പുലറായ ക്രിസ്ത്യൻ പാട്ട്, ഏറ്റവും പോപ്പുലറായ ക്രിസ്മസ് പാട്ട്. നിങ്ങൾക്കറിയാം ആ പാട്ട്, സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ്. ഒരു കുറവിൽ നിന്നും നിറവിൻ്റെ അത്ഭുതം ഉണ്ടാവുകയാണ്. ഓർഗൻ കേടായതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു അത്ഭുതം. ഗിറ്റാർ വായിച്ച് ഫ്രാൻസ് സേവ്യർ ആ പാട്ട് പാടി. കൂടെ ഫാദർ ജോസഫ് മൂറും പാടി. പിന്നീട് ആളുകൾ മുഴുവൻ ഏറ്റുപാടി. പിന്നെ ലോകം മുഴുവൻ ഏറ്റുപാടുന്ന താരാട്ടുപാട്ട് പോലെ ഒരു പാട്ട്. അതിന് തൊട്ടു മുമ്പത്തെ വർഷം ഇയർ വിത്തൗട്ട് സമ്മർ എന്നറിയപ്പെടുന്നുണ്ട്. കാരണം കടുത്ത ശൈത്യം നിറഞ്ഞു നിന്നിരുന്ന വർഷമായിരുന്നു അത്. വല്ലാത്ത അസ്വസ്ഥതകളും വല്ലാത്ത ബുദ്ധിമുട്ടുകളും ആളുകളെ വല്ലാതെ കഷ്ടപ്പെടുത്തി കളഞ്ഞു. പട്ടിണി, കൊടും പട്ടിണി. അപ്പോൾ മനുഷ്യരാകെ അസ്വസ്ഥരായിരുന്നു. അതിനു മുമ്പായിരുന്ന നെപ്പോളിയൻ വാർ, 12 വർഷം വാർ. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ വല്ലാതെ തളർന്ന് തകർന്ന് തരിപ്പണമായി ചതഞ്ഞ് അവസ്ഥയിലെത്തിയ മനുഷ്യർ. അവരിങ്ങനെ നിരാശയുടെ വല്ലാത്ത ഇരുട്ട് ലോകത്താണ്. അവർക്ക് വേണ്ടിയുള്ള വെട്ടത്തിൻ്റെ പാട്ട് പോലെയായിരുന്നു ഈ പാട്ട്. തീരദേശവാസികൾക്ക് വേണ്ടി ഒരുക്കിയ പാട്ടിന് ഒരു തുഴച്ചിലിൻ്റെ ഈണമുണ്ട്. വളരെ സാവകാശത്തിൽ തുഴയുന്ന ആളുകൾക്കും ആ തുഴച്ചിലൊപ്പം പാടാവുന്ന വിധത്തിലാണ് ഈ പാട്ട് രൂപപ്പെടുത്തിയത്. സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ്. അത് പിന്നെ ലോകത്തിൻ്റെ തുയിലുണർത്ത് പാട്ട് പോലെയായി മാറി. ആ പാട്ട് മൂളാത്ത ക്രൈസ്തവരുണ്ടോ? അല്ലെങ്കിൽ തന്നെ ആ പാട്ടറിയാത്ത ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടോ?